മഞ്ജു വാര്യർ ഞാനുമായി അടുക്കാത്തത് ദിലീപ് കാരണമാണെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് സനൽകുമാർ. എന്നാൽ ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളും സനലിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പ്രമുഖ വ്യക്തി. ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിലിടം നേടിയ താരജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത്. വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി. ഈ പുഴയും കടന്നെന്ന കമൽ ചിത്രത്തിൽ ദിലീപും മഞ്ജുവും നായികനായകന്മാരായി അഭിനയിച്ചിരുന്നു. ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും പ്രണയത്തിലാവുന്നത്. മലയാള സിനിമാ ലോകത്ത് തന്നെ ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദിലീപിനെയും മഞ്ജുവിനെയെല്ലാം അപകീർത്തിപ്പെടുത്തുന്ന ആരോപണങ്ങളുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്തെത്തിയതും വാർത്തയായിരുന്നു. താനുമായി മഞ്ജു വാര്യർ അടുക്കാത്തതിന് കാരണം മുൻ ഭർത്താവായ ദിലീപാണെന്ന ആരോപണമാണ് അടുത്തിടെ തന്റെ പുതിയ കുറിപ്പിലൂടെ സനൽ ആരോപിച്ചത്. ഇപ്പോഴിതാ സനലിന്റെ ഈ വാക്കുകളെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശൻ. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം. മഞ്ജു വാര്യർക്ക് ഒരു കുടുംബജീവിതം ഉണ്ടാക്കിയേ തീരൂ എന്ന വാശിയിലാണ് ഇപ്പോൾ സനൽകുമാർ ശശിധരൻ. കേസും അറസ്റ്റും അമേരിക്കയിലെ വാസവും ഒക്കെയായിരുന്നു ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിരിക്കുകയാണല്ലോ അയാൾ. സനൽ കോളേജ് കാലത്ത് പ്രണയിച്ച ആളെയാണ് വിവാഹം ചെയ്തത്. 2 ആൺമക്കളുമുണ്ട്. ആ ബന്ധത്തിൽ വൺവേ പ്രേമകഥയിൽ അറസ്റ്റിലായപ്പോൾ കാപ്പാത്തുങ്കോ എന്ന് വിളിച്ചു പറഞ്ഞ് കരഞ്ഞതിന് പിന്നാലെ ഇയാളുടെ ഭാര്യയും ഇയാളും തമ്മിൽ പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞു. അവർ തന്റെ കൂടെ പഠിച്ച ഒരു പോലീസുകാരനെ പുനർവിവാഹം ചെയ്ത് സുഖമായി ജീവിക്കുന്നു. സനൽകുമാർ പറയുന്നത് തന്നെ ആരോ CCTV പോലെ നിരീക്ഷിക്കുന്നുവെന്നാണ്. അതിന് കാരണം തന്റെ കയറ്റം എന്ന സിനിമയിലെ നായികയായ മഞ്ജു വാര്യർ എന്ന സ്ത്രീ തന്റെ ജീവിതത്തിൽ കടന്നു വന്നതാണെന്ന് സനൽകുമാർ വിശ്വസിക്കുന്നു. ഒരു പടത്തിൽ എക്സ്ട്രാ ബ്രില്യന്റ് ആയ ഒരു നടി അഭിനയിക്കാൻ തയ്യാറാകുമ്പോൾ അത് കഴിഞ്ഞാൽ അവരോട് നമസ്കാരം പറഞ്ഞ് പിരിയുന്നതാണ് മാന്യത. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു സ്ത്രീയോട് മാനസികമായി അടുപ്പം പാടില്ലെന്ന ആരാണ് നിർബന്ധം പിടിക്കുന്നതെന്നാണ് സനൽ ചോദിക്കുന്നത്. മഞ്ജു വാര്യർ എന്ന സ്ത്രീ തന്റെ ആദ്യ ഭാര്യ ആയിരുന്നതിനാൽ മറ്റൊരു പുരുഷനോടൊപ്പം ദാമ്പത്യ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്ന് മുൻ ഭർത്താവിന്റെ നീചവും രോഗാതുരവുമായ മാനസികാവസ്ഥയുടെ തിക്തഫലങ്ങളാണ് താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് സനൽകുമാർ കണ്ടെത്തിയത്. അതായത് ദിലീപാണ് മഞ്ജു വാര്യരെ തന്നോട് അടുക്കാൻ സമ്മതിക്കാത്തതെന്നാണ് അയാൾ പറഞ്ഞു വരുന്നത്. എന്ത് ബോറാണെന്ന് ആലോചിച്ചു നോക്കൂ. ദിലീപ് മഞ്ജു ഡിവോഴ്സ് ചെയ്തു, വേറെ കല്യാണം കഴിച്ചു, കുട്ടിയായി. അയാൾ കേസിൽപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഇയാളെ കുറിച്ച് ആലോചിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കൂ. ദിലീപിന് ആഭ്യന്തര വകുപ്പിന്റെ പിന്തുണ ഉണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് തെളിവുകൾ പിന്നീട് പുറത്തു വിടുന്നതാണത്രേ. ദിലീപിന് പിണറായി പോയിട്ട് ആലുവയിലെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് പോലും ബന്ധം കാണില്ല. ഇത്രയുമൊക്കെ വിവാദമുണ്ടായിട്ടും മഞ്ജു എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് സനൽകുമാർ ചോദിക്കുന്നത്. ഇന്ത്യൻ മുഴുവൻ അറിയപ്പെടുന്ന മഞ്ജു വാര്യർ എന്ന നടിയെക്കുറിച്ച് പല പൊട്ടന്മാരും പറയും. അതിനൊക്കെ അവർ എന്തിനാണ് പ്രതികരിക്കുന്നത്? താനും മകളും കൊല്ലപ്പെടുമെന്ന ഭീതി കൊണ്ടാണത്രേ മഞ്ജു പ്രതികരിക്കാത്തത്. അതായത് മഞ്ജു വാര്യരെയും മീനാക്ഷിയെയും ദിലീപ് കൊല്ലുമത്രേ. ഇയാളെ പ്രണയിച്ചാൽ, കല്യാണം കഴിച്ചാൽ മീനാക്ഷിയെ കൊല്ലാതിരിക്കാനുള്ള പേടി കൊണ്ടാണ് മഞ്ജു സനൽകുമാറിന് പിടികൊടുക്കാത്തതെന്നാണ് ഇയാൾ പറയുന്നത്. ഇതിനൊക്കെ എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നു. നാട്ടിൽ വെച്ച് നമുക്ക് കാണേണ്ട, അമേരിക്കയിലാണ് കൂടിക്കാഴ്ചയ്ക്ക് പറ്റിയ സ്ഥലമെന്ന് മഞ്ജു സനലിനോട് പറഞ്ഞു അത്രേ. പ്രേമിക്കാൻ പറ്റിയ സ്ഥലം അമേരിക്കയാണെന്ന് പറഞ്ഞെന്ന്. എമ്പുരാന്റെ ചിത്രീകരണം നടക്കുമ്പോൾ കാണാമെന്ന് സമ്മതിച്ചുവെന്നും എന്നാൽ ആ ട്രിപ്പിൽ മഞ്ജു ഇല്ലാതിരുന്നതിനാൽ കൂടിക്കാഴ്ചയ്ക്ക് കഴിഞ്ഞില്ല എന്നും സനൽ പറയുന്നു. കഴിഞ്ഞ മാസം അവൾ അമേരിക്കയിൽ വന്നു. നമ്മുടെ സംഭാഷണം പ്രസിദ്ധീകരിച്ച ശേഷം നമുക്ക് മേലുള്ള നിരീക്ഷണം ശക്തമായതോടെ പിന്നീട് സംസാരിച്ചിട്ടില്ലെന്നാണ് പറയുന്നതെന്ന് ശാന്തിവിള ദിനേശൻ പരിഹസിച്ചു.